വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേ. തതോ ജയമുദിരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനീശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീ കൃഷ്ണ ബലരാമ കീ ജയ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിലെ കുന്തി മഹാറാണിയുടെ സ്തുതി ഞാൻ പറയുന്നത് കേൾക്കാമെങ്കിൽ സൗണ്ട് വളരെ കുറവാണ്. ഇന്നും 2 ദിവസമായിട്ട് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഭാഗവതത്തില് അനേകം സ്തുതികളുണ്ട്. ഈ പ്രാർത്ഥനകളും സ്തുതികളും പറയുന്നു നമുക്ക് ഭഗവാനോടുള്ള ഒരു ആശ്രയം, ഡിപ്പെൻഡൻസ്, അതിനെ കൂട്ടാൻ വേണ്ടി ഉള്ളതാണ് ഈ പ്രാർത്ഥനകളൊക്കെ. ശ്രീമദ് ഭാഗവതത്തിൽ വളരെ പ്രസിദ്ധമായ പ്രഹ്ലാദ സ്തുതി, ഗജേന്ദ്ര സ്തുതി, ഭീഷ്മസ്തുതി എന്ന് അനേകം ഭാഗങ്ങൾ ഉള്ളതില് കുന്തി ഒരു രാജകുമാരിയുടെ, രാജ്ഞിയുടെ സ്തുതിയും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ നോക്കിയായിരുന്നു കുന്തി മഹാറാണി ജന്മം കൊണ്ടത് മുതൽ അവർക്ക് വളരെ സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടായിരുന്നില്ല. പരീക്ഷണങ്ങളും നിരാശകളും മാത്രമാണ് അതിലുണ്ടായിരുന്നത്. അപ്പോ ഇന്നലെ നമ്മൾ അതിൻ്റെ ശ്ലോകങ്ങൾ തുടങ്ങി. ഇന്ന് 2ാമത്തെ ശ്ലോകം, അതായത് 1-ാം സ്കന്ധം 8-ാം അധ്യായം 19-ാമത്തെ ശ്ലോകം. ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം 8-ാം അധ്യായം 19-ാമത്തെ ശ്ലോകം. അപ്പോ ആചാര്യന്മാർ ഈ ശ്ലോകത്തിനെ എങ്ങനെ മനോഹരമായി സംഭാഷണ രീതിയിൽ കൂടെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ്. ഓഫാവില്ലല്ലോ, നടക്ക്. പ്രഥമസ്കന്ധം 8-ാം അധ്യായം 19-ാമത്തെ മായാ ജവനികാ ഛന്നം അജ്ഞതോക്ഷജം അവ്യയം
ദോഷജമവ്യയം അജ്ഞദോക്ഷജം അവ്യയം ന ലക്ഷ്യസേ മൂഢാദൃശ ന ലക്ഷ്യസേ മൂഢാദൃശ നട്ടോ നാട്യുധരോ യഥാ നട്ടോ നാട്യധരോ യഥാ. ജവനിക ഫസ്റ്റ് ലൈൻ നോക്കിക്കഴിഞ്ഞാല് മായാ ജവനിക ചന്നം. ജവനിക എന്ന് പറഞ്ഞാല് കർട്ടൻ, വാതലിലും ജനലിലും ഇടുന്ന തിരശീല കർട്ടൻ. മായ എന്ന് പറയുന്നത് ഒരു കർട്ടനെ പോലെ, തിരശീലയെ പോലെയാണ്. ഛന്നം എന്ന് വെച്ചാൽ മറഞ്ഞിരിക്കുക, നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കില്ല. മായാ ജവനിക ഛന്നം അജ്ഞ അധോക്ഷജം അവ്യയം. നാശമില്ലാത്ത ശാശ്വതമായ ഭഗവാനെ കാണാൻ ഈ മായ നമ്മളെ സമ്മതിക്കില്ല. ന ലക്ഷ്യസേ മൂഢാദൃശ. മൂഢന്മാർക്ക്, ഇവിടെ മൂഢന്മാർ എന്ന് ഉദ്ദേശിക്കുന്നത് ഭൗതിക ലോകത്തിൽ താല്പര്യമുള്ളവർക്ക് ന ലക്ഷ്യസേ, ഭഗവാനെ കാണാൻ സാധിക്കില്ല. നഠോനാട്യ ധരോയഥ, ഒരു നാടകത്തിൽ അഭിനയിക്കുന്ന ഒരു നടനെ പോലെ, ഒരു നായകനെ പോലെ യഥാർത്ഥ വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. വളരെ അലങ്കാരമായിട്ടാണ് കുന്തി മഹാറാണി ഈ ശ്ലോകത്തിനെ പാടിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കില്ല. മായ എപ്പോഴും നമ്മളെ മറച്ചുകൊണ്ടേയിരിക്കും. ഒരു ദിവസം രാവിലെ ഒരു ബ്രാഹ്മണൻ കുളിച്ച് വൃത്തിയായി ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് ചെന്നു. ഒരാള് നല്ല രാവിലെ പുലർച്ചയ്ക്ക്, ഈ കോട്ടയം ജില്ലയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും, തിരുവാർപ്പ് ക്ഷേത്രം രാവിലെ 2 മണിക്കാണ് ഈ തിരുവാർപ്പ് ക്ഷേത്രം തുറക്കുന്നത്. മറ്റു ക്ഷേത്രങ്ങളെല്ലാം കേരളത്തിൽ 3:15, 3:30 തുറക്കും. ഹരേ കൃഷ്ണ ക്ഷേത്രം 4:30 തുറക്കും. ഭക്തന്മാര് 7 മണിക്ക് എണീക്കും. അപ്പൊ ചില ക്ഷേത്രങ്ങൾ 2 മണിക്ക് തുറക്കും. അപ്പോ ഈ ശ്ലോകത്തിൽ കുന്തി മഹാറാണി പറയുന്നത് ആ ഭഗവാനെ കാണാൻ അത്ര എളുപ്പമല്ല. പലപ്പോഴും വ്യക്തികൾ, ഈശ്വര വിശ്വാസമില്ലാത്തവർ നമ്മളടുത്ത് ചോദിക്കാറുണ്ട്, ദൈവത്തിനെ കാണിച്ചു തരൂ എന്നിട്ട് ഞാൻ വിശ്വസിക്കാം എന്ന് പറയാറുണ്ട്. പക്ഷെ ഭാഗവതം പറയുന്നത് തിരിച്ച, ആദ്യം വിശ്വസിക്കൂ എന്നാലേ ദൈവത്തിനെ കാണാൻ പറ്റൂ. അപ്പോ ഈ രാവിലെ ബ്രാഹ്മണൻ പുലർച്ചയ്ക്ക് എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ തൊഴാനായിട്ട് രാവിലെ അദ്ദേഹത്തിന്റെ പതിവ് കാര്യങ്ങൾക്കായി രാവിലെ പോകുന്ന സമയത്ത് ചെറിയ ഒരു ഓട, ഒരു അഴുക്ക വെള്ളം, ചീത്ത വെള്ളം ഒഴുകുന്ന ഒരു ഓടയും കൂടെ കടന്നു വേണം അദ്ദേഹത്തിന് പോകാൻ. അപ്പൊ അദ്ദേഹം അങ്ങനെ കടന്നു പോകുമ്പോ ആ ഓടയ്ക്കകത്ത് തിളങ്ങുന്ന ഒരു സ്വർണമാല കണ്ടു. ഉടനെ അയാൾ അമ്പലത്തിൽ പോകുന്നതൊക്കെ മറന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ആരുമില്ല ആ പ്രദേശത്ത്. ഉടനെ അത് എടുക്കാനുള്ള ശ്രമം നമ്മളാണെങ്കിലും അതേ ചെയ്യുള്ളൂ. രാവിലെ അങ്ങനെ ഇരുട്ടത്ത് 4 മണിക്ക് നടന്നു പോകുമ്പോൾ വഴിയിൽ ഒരു സ്വർണം കിടന്നാല് നമ്മൾ എന്ത് ചെയ്യും? എടുക്കും. വീട്ടിൽ കൊണ്ടുപോകും, ഇവിടെ കൊണ്ടുവന്ന് കാണിക്കുവഞ്ചിയിലിടോ? വീട്ടിൽ കൊണ്ടുപോകും. അത് ശരിയാണ്. ഇവിടെ ആൾക്കാർ ഈ കാണിക്കുവഞ്ചി എടുത്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പോകുന്നത്. അമ്പലം ഉദ്ഘാടനമായി 10 കൊല്ലായി, ഇതിന്റെ ഇടയ്ക്ക് 2 തവണ ഈ കാണിക്കുവഞ്ചി മോഷണം പോയി. അപ്പോ
ഈ ബ്രാഹ്മണൻ നടന്നു പോയപ്പോ ഓടയ്ക്കകത്ത് ആ സ്വർണമാല കിടക്കുന്നു. അദ്ദേഹം എടുക്കാനുള്ള ശ്രമം, വലിയ കമ്പൊക്കെ വെച്ച് അതിനെ ആ ചെളിക്കകത്തിരുന്ന് എടുക്കാൻ ശ്രമിക്കുന്നു. അത് എത്ര അദ്ദേഹം എടുക്കാൻ ശ്രമിക്കുന്നു, അത് അത്രയ്ക്കും ആ ചെളിക്കകത്ത് ഇങ്ങനെ അടിയിൽ കുടുങ്ങുകയാണ്. ഭയങ്കര ദുർഗന്ധം വേറെ. അപ്പൊ ഈ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ആരും ശ്രദ്ധിച്ചില്ല. ഉടനെ ഡ്രസ്സൊക്കെ മടക്കി പതുക്കെ ഒരു മൂക്കും പിടിച്ച് കൈ അകത്തിട്ട് ആ മാല എടുക്കാനുള്ള ശ്രമം. മാല കൈ കിട്ടിയില്ല. പിന്നെ 2 കൈയും അകത്തിട്ട് മാല എടുക്കാനുള്ള ശ്രമം. എന്നിട്ടും മാല എത്തുന്നില്ല. ഇനിയിപ്പൊ എന്തായാലും അഴുക്കായി, ആൾ അതിനകത്ത് അങ്ങ് ഇറങ്ങി. അപ്പോഴാണ് ആ വഴിയെ പോയ ഇനിയൊരു വ്യക്തി പറയുന്നത്, മണ്ട, മാല ആ ചെളിയിലല്ല, മേലെ മരത്തിൽ തൂങ്ങിക്കിടക്കുകയാണ്. നീ കണ്ടത് അതിന്റെ റിഫ്ലക്ഷൻ ആണ്, അതിന്റെ പ്രതിബിംബമാണ് എന്ന് പറഞ്ഞു. അതേപോലെ സത്യം എന്ന് പറയുന്നത് ദൈവം, ആ സത്യത്തിന്റെ നിഴലാണ് ഈ ലോകം. ഇവിടെ നമ്മൾ പൂർണ്ണ സംതൃപ്തി വരുത്താൻ എത്ര ശ്രമിച്ചാലും നടക്കില്ല. അതാണ് ഇന്നലത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത്. ഒരിക്കലും ഈ ഭൗതിക ലോകത്തിൽ ഒരു വിഷയത്തിലും 100% സംതൃപ്തി നമുക്ക് ഉണ്ടാവുകയില്ല. ആർക്കെങ്കിലും അവരുടെ കുടുംബ ജീവിതത്തിൽ 100% സംതൃപ്തി ഉണ്ടോ? ആർക്കും ഇല്ല. നമ്മൾ സമ്പാദിച്ച ധനം, നമ്മുടെ ആശ്രയം, അതിൽ 100% സംതൃപ്തി നമുക്കുണ്ടോ? അതുണ്ടോ? അതും ഇല്ല. ശരി, ചിലരൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ ആശ്രമത്തിൽ വരുന്ന അമ്മമാരൊക്കെ പന്നീരും പുലാവും ഉണ്ടാക്കും. അത് തിന്നെങ്കിലും 100% സംതൃപ്തി ഉണ്ടോ? ചെറിയൊരു സന്തോഷം കാണും. 4 മണിക്കൂർ കഴിഞ്ഞാൽ ദഹിച്ച വീണ്ടും വിശക്കും. അപ്പോ മായാ ജപനികാ ഛന്നം, ഭഗവാനെ ഈ മായാലോകം ഒരു തിരശീല പോലെ നമ്മുടെ കൺമുമ്പേ ഇരുന്ന് മറയ്ക്കുകയാണ്. അധോക്ഷജൻ, ആ പരമസത്യത്തിനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ന ലക്ഷ്യസേ, 3-ാമത്തെ വരി, ന ലക്ഷ്യസേ മൂഢാദൃശ, മൂഢന്മാർക്ക് ദൃഷ്ടി, ന ലക്ഷ്യസേ, ആ ലക്ഷ്യം നമുക്ക് കാണാൻ സാധിക്കില്ല. എത്ര മായയെ കാണാൻ പറ്റുള്ളൂ, അതിന്റെ പുറകെ ഒളിച്ചിരിക്കുന്ന ഭഗവാനെ കാണാൻ പറ്റില്ല. എങ്ങനെയാണ്? നടോ നാട്യധരോ യഥ, ഒരു നാടകത്തിൽ അഭിനയിക്കുന്ന നായകനെ നമ്മൾ ആ വ്യക്തിയല്ല കാണുന്നത്, ആ കഥാപാത്രമാണ് കാണുന്നത്. മനസ്സിലായോ? എല്ലാവരും സിനിമയും നാടകം കണ്ടിട്ടുണ്ട് അല്ലേ? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് എല്ലാവർക്കും മോഹൻലാലെ അറിയാമോ? നമ്മൾ എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുക നമുക്ക് മോഹൻലാലിനെ അറിയാം, ആ നായകനെ അറിയാം. നമുക്ക് ആർക്കും അയാളെ അറിയണ്ട. അയാൾ സിനിമയിലും നാടകത്തിലും അവതരിപ്പിച്ച വേഷം വെച്ചാണ് നമ്മൾ അയാളെ വിലയിരുത്തിയിരിക്കുന്നത്. ആള് ശാന്തനാണോ, ദേഷ്യക്കാരനാണോ, അടി കൊടുക്കുന്ന ആളാണോ, ചിരിക്കുന്നത്, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നമുക്ക് വിവരമുണ്ടോ? എന്തെങ്കിലും ആ വ്യക്തിയെക്കുറിച്ച് വ്യക്തിപരമായ എന്തെങ്കിലും അറിവ് നമുക്കുണ്ടോ? ഇല്ല. ആ നട്ടോ നാട്യധരോ യഥ, എന്ത് കഥാപാത്രം അവതരിപ്പിച്ചത്, ആ കഥാപാത്രത്തിനെ നോക്കി നമ്മൾ ഇയാൾ ഇങ്ങനെയാണ് എന്ന് നമ്മൾ സങ്കല്പിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായോ? ആ വ്യക്തിയെ നമുക്കറിയില്ല. അതാ കുന്തി മഹാറാണി പറയുന്നത്, ആർക്കും ഭഗവാനെ അറിയില്ല. ഭഗവാന്റെ മുമ്പേ ഉള്ള ഈ മേഘം പോലെ ഉള്ള മൂടുപടലം മാത്രമേ ഈ ലോകത്തിന് അറിയാവൂ. ന ലക്ഷ്യസേ മൂഢാദൃശ, മൂഢന്മാർക്ക് ഭഗവാനെ കാണാൻ സാധിക്കുന്നില്ല. നടോ നാട്യധരോ യഥ, ഒരു നാടകത്തിൽ അഭിനയിക്കുന്ന കഥാപാത്രത്തിനെ പോലെ. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഇപ്പോ ആചാര്യന്മാരുടെ വിശദീകരണം കാണാം ഈ ശ്ലോകത്തിൽ. എങ്ങനെയാണ് കുന്തി മഹാറാണിക്കും കൃഷ്ണനും ഉള്ള ഒരു സംഭാഷണമായിട്ടാണ് ഈ ശ്ലോകം വിവരിക്കുന്നത്.
ഇന്നലെ നമ്മൾ കണ്ടു ആദ്യത്തെ ശ്ലോകത്തിലും കുന്തി ദേവി ഓടി വന്ന് എന്താ ചെയ്തത്? ഇന്നലെ വന്നവർക്ക് ഓർമ്മയുണ്ടാകും. കുന്തി ഓടി വന്ന് എന്താ ചെയ്തത്? ഭഗവാന്റെ പാദത്തിൽ കുന്തി വീണു. അപ്പൊ കൃഷ്ണൻ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ല. പ്രായത്തിൽ ഉയർന്ന, പ്രായത്തിൽ കവിഞ്ഞ ഒരു വ്യക്തി, അമ്മയുടെ സ്ഥാനത്തിലുള്ള കുന്തി മഹാറാണി വന്ന് തന്റെ പാദത്തിൽ നമസ്കരിച്ചത് കൃഷ്ണ ഭഗവാൻ ഇഷ്ടപ്പെട്ടില്ല. കാരണം ഭഗവാൻ നിയമങ്ങൾ എല്ലാം ശരിക്കും പാലിക്കുന്ന ഒരു വ്യക്തിയാണ്. അഹങ്കാരം എന്ന് പറയുന്നത് ഇല്ല. യോഗ്യത ഇല്ലാതെ യോഗ്യത ഉള്ളതുപോലെ അഭിനയിക്കുന്നത് അഹങ്കാരം. യഥാർത്ഥ യോഗ്യത ഉണ്ടായിട്ടും അത് വെളിയിൽ കാണിക്കാതെ ഇരിക്കുന്നത് വിനയത്വം. അപ്പൊ നമുക്കുള്ളത് അഹങ്കാരമാണോ വിനയത്വമാണോ? ഇല്ലാത്തതിനെ ഉള്ള പോലെ കാണിക്കുന്നത് അഹങ്കാരം. ശരിക്കും യോഗ്യത ഉണ്ടായിട്ടും വിനയത്തോടെ ഇരിക്കുക. നമ്മൾ ഏതാണ്? ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ? ഫസ്റ്റ്. ചെറിയ ചെറിയ കാര്യം മതി. എനിക്ക് അതിലിരുന്ന് ഒരു റെക്കഗ്നിഷൻ കിട്ടണം. ഞാനിത് ചെയ്തു, അത് 10 പേര് അറിയണം, എല്ലാവരും എന്നെ പ്രശംസിക്കണം, എല്ലാവരും എന്നെ സ്തുതിക്കണം. പക്ഷെ ഇന്നലെ നമ്മൾ ശ്രീമദ് ഭാഗവതം 11-ാം സ്കന്ധത്തിലിരുന്ന് കൃഷ്ണ ഭഗവാൻ ഉദ്ധവർക്ക് ഉപദേശിച്ചത് ഓർമ്മയുണ്ടോ? ന പ്രശംസേന ന ഗാർഹയേത്. ഈ ലോകത്തിൽ നമ്മൾ ആരെയും പ്രശംസിക്കേണ്ട കാര്യവുമില്ല, ആരെയും നിന്ദിക്കേണ്ട കാര്യവുമില്ല. എപ്പോഴും ന്യൂട്രലായിരിക്കണം. അപ്പോ കുന്തി മഹാറാണി ഭഗവാന്റെ അടുത്ത് പറയാ, അങ്ങയെ മായ പോലെ മറച്ചിരിക്കാണ്, ഈ തിരശീല മറച്ചിരിക്കാണ്. എല്ലാവർക്കും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, അത് സത്യമാണ്. ഒരിക്കല് ഈ കുംഭമേളയ്ക്ക് പ്രഭുപാദ് സ്വാമികൾ പോയപ്പോ ഉയർന്ന ആശ്രമ മഠാധിപതികളും സന്യാസിമാരും ഇവരെല്ലാവരും അദ്ദേഹത്തിനെ കാണാൻ വന്നു, പ്രഭുപാദ് സ്വാമികളെ കാണാൻ വന്നു. അപ്പൊ പ്രഭുപാദ് സ്വാമികളുടെ ചുറ്റിയും ഇവരെല്ലാം ഇരിക്കുക, ഈ മഠാധിപതികൾ ഇവരെല്ലാരും ഇരിക്കുകയാണ്. ഇങ്ങനെ ആത്മീക വിഷയം ചർച്ച തുടങ്ങി. പ്രഭുപാദ് ചോദിച്ചു, ഈശ്വരൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് വളരെ ലളിതമായ ഒരു ചോദ്യം ചോദിച്ചു. ഉടനെ ഓരോ മഠാധിപതിയും ഒരാള് പറഞ്ഞു, ഈശ്വരൻ സങ്കല്പമാണ്, ഈശ്വരൻ ഊർജമാണ്, സ്വയം ഈശ്വരനാണ്. ഇങ്ങനെ പല 100 പേര് അവിടെ ഉണ്ടെങ്കിൽ 100 വ്യത്യസ്തമായ മറുപടിയാണ് അന്ന് കിട്ടിയത്. പക്ഷെ അതേ സമയത്ത് അവിടെ കളിച്ചുകൊണ്ടിരുന്ന ഒരു കുഞ്ഞിന്റെ അടുത്ത് പ്രഭുപാദർ ചോദിച്ചു, ഒരു ഹരേ കൃഷ്ണ ഭക്തരുടെ കുഞ്ഞ്, വിശ്വാസികളുടെ കുട്ടി, ആരാണ് ദൈവം എന്ന് ചോദിച്ചപ്പോ ആ കുട്ടി ഒരു അല്പം പോലും ആലോചിക്കുകയോ അല്ലെങ്കിൽ സമയമെടുക്കുകയോ ചെയ്യാതെ കൃഷ്ണ എന്ന ഒറ്റ വാക്കിൽ പറഞ്ഞു. ശ്രീമദ് ഭാഗവതത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷൻ ഈശ്വരൻ എന്ന് ഓരോ ശ്ലോകത്തിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും പലർക്കും അത് ബോധ്യമല്ല. അപ്പോ കുന്തി മഹാറാണി പറയുന്നു, കൃഷ്ണ അങ്ങേ വന്നിട്ട് ഒരു തിരശീല മറയ്ക്കുന്നത് പോലെയാണ് അങ്ങേ മറച്ചിരിക്കുന്നത്. മായാ ജവനിക ഛന്നം അജ്ഞ അധോക്ഷജം അവ്യയം. അങ്ങേ കാണാൻ സാധിക്കുന്നില്ല, ഒരു തിരശീല മറച്ചിരിക്കുന്നത് പോലെയാണ് മറഞ്ഞിരിക്കുന്നത്. അത് കേട്ട ഉടനെ ഭഗവാൻ ചോദിച്ചു കുന്തി മഹാറാണി എടുത്ത്, അപ്പൊ നീ എന്നെ മായ എന്നാണോ പറയുന്നത്? കാരണം മായ, അതായത് പല തരത്തിലുള്ള ആധ്യാത്മിക വ്യക്തികളുണ്ട്. ഈശ്വരന് പ്രാധാന്യം കൊടുക്കാതെ മായയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവർ, പിന്നെ ഭഗവാനെ മനസ്സിലാക്കിയാൽ പോലും ഭഗവാന് പ്രാധാന്യം കൊടുക്കാതെ ഭഗവാന്റെ ശക്തികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവർ, പിന്നെ ദൈവത്തിനെ തന്നെ ഊർജം എന്ന് പറയുന്നവർ. ഒരിക്കല് പ്രഭുപാദരുടെ ഒരു ഭാഗവതം പുസ്തകം, ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭാഗവതം, ശ്രീമദ് ഭാഗവതത്തിന്റെ അച്ചടി എല്ലാം കഴിഞ്ഞു പ്രസ്സിലിരുന്ന് കവറൊക്കെ ഡിസൈൻ ചെയ്തു. പ്രഭുപാദരുടെ മുമ്പേ
ഒരു ശിഷ്യൻ ആ കവർ കൊണ്ടുവന്ന് കാണിച്ചു. അപ്പൊ അതിന്റെ ഫ്രണ്ടില് ചട്ടയില് ശ്രീമദ് ഭാഗവതം എന്ന് വളരെ മനോഹരമായി സ്വർണ്ണ അക്ഷരത്തിൽ അച്ചടിച്ചിട്ട് അതിന്റെ താഴെ ഒരു ഓടക്കുഴലും മയിൽപീലിയുടെയും ചിത്രം കാണാൻ അതിമനോഹരമായി കൊണ്ടുവന്ന് കൊടുത്തു. പ്രഭുപാദർ ആ ശിഷ്യന്റെ അടുത്ത് ചോദിച്ചു, ഈ മയിൽപീലിയും ഓടക്കുഴലും കണ്ടിട്ട് ഇതെന്താണ് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ത്യൻ ബുക്ക് സ്റ്റോറിലൊക്കെ പോയി കുറെ കൃഷ്ണനെ കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ ഞാൻ തിരഞ്ഞു. അപ്പൊ അതിൽ ഒരു പുസ്തകത്തിന്റെ കവർ ഇത് ഞാൻ കണ്ടു, വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ശ്രീമദ് ഭാഗവതത്തിന്റെ ഫ്രണ്ടില് കവറിൽ എന്താ ഉള്ളത്? എന്ത് പിക്ചറാ ഉള്ളത്? എന്താ പ്രോഗ്രാം? എന്താ നിർത്തി? അതിന്റെ കവർ പിക്ചറിൽ മയിൽപീലിയും ഓടക്കുഴലിന്റെയും ചിത്രമുണ്ടായിരുന്നു. സോ പ്രഭു ചോദിച്ചപ്പോ ശിഷ്യൻ പറഞ്ഞു, ഇത് വളരെ കാണാൻ വളരെ ഭംഗിയാണ്, മനോഹരമാണ് എന്നൊക്കെ പറഞ്ഞു. പ്രഭുപാദർ പറഞ്ഞു, കൃഷ്ണ ഭഗവാൻ എന്ന് പറഞ്ഞാൽ വ്യക്തിത്വമാണ്, പേഴ്സണാലിറ്റിയാണ്. അതുകൊണ്ട് ഭാഗവതത്തിൽ ഒരിക്കലും കൃഷ്ണന്റെ കൈ മാത്രം പ്രിന്റ് ചെയ്യുക, ഓടക്കുഴൽ മാത്രം പ്രിന്റ് ചെയ്യുക, മയിൽപീലി മാത്രം പ്രിന്റ് ചെയ്യുക എന്നുള്ളത് പാടില്ല. പൂർണ്ണ പുരുഷോത്തമനായി മുഴുവൻ രൂപവും പിക്ചറായിട്ട് പ്രിന്റ് ചെയ്യണം. കാരണം നമ്മൾ പ്രചരിപ്പിക്കുന്നത് വ്യക്തിപരമായ പേഴ്സണാലിറ്റി, ദൈവത്തിന് രൂപമില്ല, ദൈവത്തെ ഇതൊക്കെ പറയുന്നത് ബ്രഹ്മവാദ സമ്പ്രദായമാണ്. നമ്മൾ കൃഷ്ണ ഭഗവാന് വ്യക്തിത്വത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും പ്രിന്റ് ചെയ്യരുത്. അതുകൊണ്ട് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ പ്രഭുപാദരുടെ പുസ്തകങ്ങളിൽ ആരും എവിടെയും തന്നെ ഓടക്കുഴലിന്റെ മാത്രം, മയിൽപീലിയുടെ ചിത്രം മാത്രം, അല്ലെങ്കിൽ കൃഷ്ണന്റെ കൈ മാത്രം, അങ്ങനെ ഉള്ളത് കാണാൻ സാധിക്കില്ല. ഭഗവാൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി കയ്യിൽ ഓടക്കുഴലുണ്ട്, തലയിൽ മയിൽപീലിയുണ്ട്, മഞ്ഞ വസ്ത്രമുണ്ട്, കാർമേക വർണ്ണൻ, അങ്ങനെ പൂർണ്ണ പുരുഷോത്തമനായിട്ടാണ് പ്രഭുപാദർ ഭാഗവതത്തിൽ വേണം എന്ന് പറഞ്ഞത്. അപ്പോ കുന്തി മഹാറാണി എടുത്ത് ഭഗവാൻ ചോദിക്കുന്നു, എന്നെ മായ എന്നാണോ പറയുന്നത്? കുന്തി മഹാറാണി പറഞ്ഞു, അല്ല അല്ല അല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് മായയിൽ പെട്ടവർക്ക് ഭഗവാനെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഭഗവാന്റെ ഇത് ഭഗവത്ഗീതയ്ക്കകത്ത് സൈക്കോളജിക്കലി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. മനസ്സിൽ ഈശ്വര ചിന്ത കുറയുത്തോറും ഭൗതിക ആഗ്രഹങ്ങൾ കൂടും. ആഗ്രഹങ്ങൾ കൂടുന്തോറും സംതൃപ്തി ഉണ്ടാവുകയില്ല. സംതൃപ്തി നഷ്ടപ്പെടുന്നതോടും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ എല്ലാ തരത്തിലുള്ള രോഗങ്ങളും വന്നു ചേരും. ആദ്യം തൊട്ട് ഈശ്വര ചിന്ത കുറയും തോറും മനസ്സിനകത്ത് എന്ത് കൂടും? ആഗ്രഹങ്ങൾ, എൻഡ്ലെസ് ഡിസയേഴ്സ്.
അതിരുകളില്ലാത്ത ആഗ്രഹം. ഇത് വേണം, അത് വേണം, അതും കൂടെ വേണം, അപ്പുറത്ത് അതും കൂടെ വേണം, ഇതും കൂടെ വേണം. എത്ര പേര് വീട്ടില് ആവശ്യത്തിന് അധികം സാധനങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ട് ഉപയോഗിക്കാതെ? ആരുമില്ല. ഈ ഹരിപ്രിയ മാതാവിന്റെ വീട്ടില് എവറി തേർഡ് ഡേ കൊറിയർകാരൻ വരുന്നുണ്ട് അല്ലേ? ഇത് അത്ര യൂസ് ചെയ്യോ? കാരണം അവൻ മുഴുവനും ഇവിടെ വന്നിട്ടാണ് അഡ്രസ്സ് ചോദിച്ചിട്ട് പോകുന്നത്. ഓരോ മൂന്നാമത്തെ ദിവസം ഒരു പെട്ടിയായിട്ട് അയാൾ വരും. ഞാൻ ഒരു ദിവസം വിചാരിച്ചു ഇതിനകത്ത് എന്താ വരുന്നത് ഡെയിലി. അപ്പൊ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉപയോഗമില്ലാതെ എന്നെങ്കിലും ഉപയോഗമാകും എന്ന് വിചാരിച്ച് ചേർത്ത് വെച്ച ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലേ? ആഗ്രഹം. ഇനി നമ്മുടെ ആശ്രമത്തിൽ അങ്ങനെ കുറച്ചു പേരുണ്ട്. ഈ പ്രസാദം കാണുമ്പോൾ ചെറിയ ഒരു ഗ്രീഡിനെസ്. ഗ്രീഡിനെസ് എന്ത് പറയും മലയാളത്തില്? ആക്രാന്തോ? അതാണോ കറക്റ്റ് വേർഡ്? അത്യാർത്തി. ആക്രാന്തം ട്രിവാൻഡ്രം വേർഡാണ്. അത് അക്ഷര വേർഡ് അല്ലല്ലോ അല്ലെ? ബുക്കിൽ അങ്ങനെ വരില്ല. അത് തമ്പാനൂരിൽ മാത്രമുള്ള ഒരു വേർഡാണ്. ബുക്കില് അത്യാർത്തി, അത്യാഗ്രഹി. അത് തിന്നണം, ഇത് തിന്നണം, ഈ പ്ലേറ്റിൽ കുന്നുപോലെ വാങ്ങിച്ചു വെച്ച് പിന്നെ ഇരുന്ന് ഇത് അകത്തും പോവില്ല, കളയാനും പറ്റില്ല. ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കുറേ പേർ അല്ലേ? അപ്പോ ഈശ്വര ചിന്ത കുറയും തോറും മനസ്സിൽ ആഗ്രഹങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ശരി, ഈ ആഗ്രഹങ്ങൾ കൂടിയാൽ അതുകൊണ്ട് സംതൃപ്തി ഉണ്ടാകുന്നോ? അതും ഇല്ല, നിരാശ. അപ്പോ ഭൗതിക ആഗ്രഹമുള്ളവർക്ക് ഭഗവാനെ കാണാൻ പറ്റില്ല. കുന്തി മഹാറാണി പറഞ്ഞു. ഉടനെ അടുത്ത ക്വസ്റ്റ്യൻ കൃഷ്ണൻ ചോദിച്ചു, അങ്ങക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലേ? ശരി, അവരെ കാര്യമൊക്കെ പോട്ടെ. കുന്തി മഹാറാണി അടുത്ത് ഭഗവാൻ ചോദിക്കുന്നു, അങ്ങക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലേ? കുന്തി ചിരിച്ചോണ്ട് പറഞ്ഞു, കാണാൻ പറ്റുന്നു ഉണ്ട്, എന്നാ കാണാൻ പറ്റുന്നു ഇല്ല. ഞാൻ കാണുന്നുണ്ട് എന്നാൽ കാണുന്നില്ല. കൃഷ്ണ ഭഗവാനെ കാണുന്നുണ്ട്, പക്ഷേ ഭഗവാന്റെ മഹിമകളെ ഞാൻ കാണുന്നില്ല എന്നൊരു മറുപടി പറഞ്ഞു. അതിസുന്ദരമായ ശ്ലോകം. അടുത്തത് 20ാമത്തെ ശ്ലോകം. 1-ാം അധ്യായം, 1-ാം സ്കന്ധം, 8-ാം അധ്യായം, ഭാഗവതത്തിൽ 20ാമത്തെ ശ്ലോകം. അതിലെ 4th ലൈൻ. തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം ഭക്തിയോഗ വിധാനാർത്ഥം തതം പശ്യേമഹി സ്ത്രിയഃ കഥം പശ്യേമഹി സ്ത്രിയഃ. അപ്പൊ ഇതില് ഈ 4ാമത്തെ വരിയാണ് നമ്മളിപ്പോ ചർച്ച ചെയ്യാൻ പോകുന്നത്. കഥം പശ്യേമഹി സ്ത്രിയഃ. വലിയ വലിയ മുനിമാർക്കും ഋഷിമാർക്കും ആധ്യാത്മിക വ്യക്തികൾക്കും നിസ്സംഗഭാവത്തിലുള്ളവർക്കുമെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഭഗവാനെ എന്നെപ്പോലെ സാധാരണ ഒരു സ്ത്രീക്ക് അങ്ങയെ മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ ശ്ലോകം നമ്മൾ എവിടെ അവസാനിച്ചു? എന്ത് കോൺവെർസേഷനിലാണ് കഴിഞ്ഞ ശ്ലോകം ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചത്? കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൊ കുന്തിയുടെ ഉത്തരം എന്താണ്? കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ അപ്പൊ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് കുന്തി ഇവിടെ പറയുന്നത്. വലിയ വലിയ ഋഷിമാരും മുനിമാരും നിസ്സംഗഭാവത്തിലും ആത്മീക തലത്തിൽ ഉന്നതരായി ഉള്ളവർക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ എന്നെപ്പോലെ സാധാരണ ഒരു സ്ത്രീക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇവിടെ സ്ത്രീകളുടെ ഒരു സൈക്കോളജി, ഭക്തി ആണുങ്ങൾക്ക് എളുപ്പമാണോ പെണ്ണുങ്ങൾക്ക് എളുപ്പമാണോ? ഭക്തിമാർഗം, ഭക്തിപ്രസ്ഥാനം പുരുഷന്മാർക്ക് എളുപ്പമാണോ സ്ത്രീകൾക്ക് എളുപ്പമാണോ? ശ്രീ ശ്രീ കൃഷ്ണ ബലറാം കി
ആർക്കാണ് എളുപ്പം? എന്തുകൊണ്ടാണ്? ഇമോഷൻ ആയതുകൊണ്ടാ? ഓക്കെ, കുറച്ച് ഇമോഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് കൺവിൻസ് ആവും. ഓക്കെ, വേറെന്തെങ്കിലും ആൻസർ? അവർക്കൊരു സബ്മിസീവ് നേച്ചർ ഉണ്ട്. ഓക്കെ, ഉണ്ടോ ശരിക്കും? ഉണ്ടെന്ന് തോന്നുന്നില്ല. ശരി, സബ്മിസീവ് നേച്ചർ ഉണ്ട്. ഒരു പ്രഭു പറഞ്ഞു ഇമോഷണലി അവര് കുറച്ച് വീക്ക് എന്നാണോ? അല്ല, കുറച്ച് ഇമോഷണൽ ആണ്. എന്തായാലും ആലോചിച്ച് പറയണം, കാരണം വീട്ടിൽ പോവാനുള്ളതാണ്. കറക്റ്റാ, പെട്ടെന്ന് ഇമോഷണൽ ആവും. ശരി, ഒരു പ്രഭു പറഞ്ഞു പെട്ടെന്ന് ഇമോഷണൽ ആവും. ഇനി ഒരു പ്രഭു പറഞ്ഞു അവര് സബ്മിസീവ് ആണ്. ശരിയാണ്. ലേഡി സൈക്കോളജിക്കലി ഡിപ്പെൻഡന്റ് ആണ്, ഓട്ടോമാറ്റിക്കലി ആശ്രയിക്കും. അത് ഭക്തിയുടെ തുടക്കത്തിന് വളരെ അനുയോജ്യമായ ഒരു സ്വഭാവമാണ്. ആശ്രയിക്കുക, ഡിപ്പെൻഡ് ചെയ്യുക, സബ്മിസീവ് ആവുക, അത് ഭക്തിയുടെ തുടക്കത്തിൽ വളരെ ഇതാണ്. ഭഗവാനെ ആശ്രയിക്കുക. ഇപ്പൊ വീടുകളിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചില സ്ത്രീകൾ അവരുടെ ഫാമിലിയിലെ എല്ലാത്തിനും ആശ്രയിക്കും. ചിലപ്പോഴൊക്കെ നമുക്ക് അത്ഭുതം തോന്നും. ചില ഹസ്ബൻഡ്സ് പറയും, ഇവൾക്ക് ഇന്ന് വരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഒരു കടയിൽ പോയി, അങ്ങനെയൊക്കെ പറയുന്ന അത്ഭുതങ്ങൾ. ട്രെയിനിൽ കയറിയിട്ടില്ല, പ്ലെയിനിൽ കയറിയിട്ടില്ല, സ്വയം പര്യാപ്തരല്ല, എപ്പോഴും ആശ്രയിച്ചിരിക്കും. ഇത് ചിലർക്ക് ജന്മനാ ഉള്ള ഒരു ക്യാരക്ടറാണ്. അത് ഭക്തിയെ സഹായിക്കും. പക്ഷേ പൂർണ്ണ ശരണാഗതി അവർക്ക് കൈവരുത്താൻ പറ്റില്ല. 100% സെൽഫ്ലെസ് ആകുന്നത് സ്ത്രീകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ തുടക്കത്തിൽ സ്ത്രീകൾ ഒരുപാട് പേര് ഭക്തിയിൽ വരും, പക്ഷെ ലക്ഷ്യത്തിലെത്തുമ്പോ എണ്ണം കുറഞ്ഞു. അതാ കുന്തി മഹാറാണി പറയുന്നത്, ഞങ്ങൾക്ക് ജന്മനാ ഡിപ്പെൻഡൻസ് എന്നൊരു ക്യാരക്ടർ ഉള്ളതുകൊണ്ട് ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പക്ഷെ ഞങ്ങൾ ജന്മനാ സെൽഫ്ലെസ് അല്ല, അതുകൊണ്ട് ഭഗവാനെ വന്ന് എത്തിച്ചേരാൻ പറ്റുന്നില്ല. കൃഷ്ണനെ കാണാൻ പറ്റുന്നുണ്ട്, എന്നാൽ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. അവരുടെ പോസിറ്റീവും നെഗറ്റീവും. പോസിറ്റീവ് എന്താണ്? സബ്മിസീവ്, ഡിപ്പെൻഡന്റ്. അതുകൊണ്ട് ഭക്തിയിൽ കയറാൻ പറ്റും, പക്ഷേ ലക്ഷ്യത്തിൽ എത്താൻ പറ്റില്ല. എന്തുകൊണ്ടാ? സെൽഫ്ലെസ് അല്ല. റൈറ്റ്? 100% ഭഗവാനെ ശരണം പ്രാപിക്കാൻ പറ്റില്ല, കുറച്ച് മാറ്റിവെക്കും. അതുകൊണ്ടാണ് ദ്രൗപദി, കുന്തി മഹാറാണി, സീത, ഇവരുടെ കഥാപാത്രമെല്ലാം ഇത്ര ഉയർത്തി പറയുന്നത്. കാരണം അങ്ങനെ ചിലർ ചെയ്തു. എല്ലാവർക്കും സാധിക്കാത്ത ചിലത് അവരങ്ങനെ ചെയ്തു. പക്ഷേ ഒരു പുരുഷൻ ഭക്തിയിൽ വരുമ്പോ അവരുടെ പോസിറ്റീവും നെഗറ്റീവും മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനെ എപ്പോൾ 100% അവൻ ആശ്രയിക്കുന്നു, ഡിപ്പെൻഡ് ആകുന്നു, അപ്പോഴേ ആത്മീകമായിട്ട് അദ്ദേഹത്തിന് ഉയരാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, പ്രഭുപാദ് തന്റെ ലൈഫില് യമുന എന്ന് പറയുന്ന ഒരു മാതാജിയെ ഒരുപാട് സ്തുതിച്ചിട്ടുണ്ട്. അപ്പോ ഒരിക്കലും ഒരു സീനിയർ ഭക്തൻ ചോദിച്ചു, ഒരു ലേഡി ആയിട്ട് എങ്ങനെ ഇവർക്ക് ഇത്രയും ചെയ്യാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചപ്പോ പ്രഭുപാദ് പറഞ്ഞു, ഷീ ഈസ് ഈക്വൽ ടു 10 men എന്ന് പറഞ്ഞു. 10 ആണുങ്ങൾക്ക് സമമാണ്. ഇത് ഭാഗവത ശ്ലോകം, ഇത് ഇവിടെ കേൾക്കുക, ഇതിന്റെ നല്ല വശം ജീവിതത്തിൽ എടുക്കുക. ഇന്ന് രാത്രി ചെന്നിട്ട് ശ്ലോകത്തിൽ അങ്ങനെയാണെന്ന് പറഞ്ഞ് വീട്ടിലാരും അടി ഉണ്ടാക്കരുത്. നാളെ എനിക്ക് ഫോൺ കോളും വരാൻ പാടില്ല. മനസ്സിലായില്ലേ? കാരണം ഇത് നമ്മൾ ഉദ്ദേശിച്ചത് വേറെ, ഇന്ന് വീട്ടിൽ സംഭവിക്കാൻ പോകുന്നത് വേറെയാണ് ഈ ശ്ലോകത്തിൽ. അടുത്തത് 21, 21 പ്രഥമസ്കന്ധം 8-ാം അധ്യായം 21-ാമത്തെ ശ്ലോകം. കൃഷ്ണായ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച ദേവകീ നന്ദനായ ച
നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കുന്തി മഹാറാണി ചിന്തിക്കുകയാണ്, ഞാനൊരു സാധാരണ സ്ത്രീയായിട്ട് 100% നിസ്വാർത്ഥമായി ഭഗവാനെ സേവിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയായിരുന്നിട്ട് പോലും ഭഗവാൻ എന്നെ എത്രമാത്രം രക്ഷിച്ചു അല്ലെ. കുന്തി മഹാറാണിയുടെ 5 കുഞ്ഞുങ്ങളും പാണ്ഡവർ ഓരോ പരീക്ഷണത്തിൽ വീഴുമ്പോഴും ഭഗവാൻ വന്നിട്ട് കുന്തിയെ നിരന്തരം രക്ഷിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ ഞാൻ എത്ര ഭാഗ്യശാലിയാണ് എന്ന് കുന്തി ചിന്തിക്കാൻ തുടങ്ങി. ഇപ്പൊ ഈ ശ്ലോകം നിങ്ങൾ എല്ലാവരും വായിച്ചത് സിമ്പിൾ ശ്ലോകമാണ്, എല്ലാവർക്കും അർത്ഥവും മനസ്സിലായി അല്ലെ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. എല്ലാവരും ഈ ശ്ലോകം കേട്ടു. സാമാന്യ ബോധത്തില് ഇതിന്റെ അർത്ഥം എന്താണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സിമ്പിൾ ടേംസിൽ ഈ ശ്ലോകത്തിന്റെ അർത്ഥം എന്താണ്? കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഈ ശ്ലോകത്തിന്റെ അർത്ഥം എന്താണ്? കൃഷ്ണനെ സ്തുതിക്കുന്നു അല്ലെ. ഓരോ പേര് പറഞ്ഞ് കൃഷ്ണനെ സ്തുതിക്കുന്നു. വാസുദേവൻ, വസുദേവരുടെ പുത്രൻ. ദേവകീ നന്ദന, ദേവകിയുടെ മകൻ. നന്ദഗോപൻ കുമാര, നന്ദഗോപൻ. ഗോവിന്ദ, നമസ്കരിക്കുന്നു. ഇതാണ് എന്താണ്. പക്ഷെ ഇവിടെ ആചാര്യന്മാർ എന്ത് ചെയ്യുന്നു? ഭാഗവതത്തിന്റെ അകത്തിറങ്ങി ഡിഫറെന്റ് ആൻസർ തരാണ്. അപ്പൊ കുന്തി തന്റെ മഹിമ, ഇത്ര ഭാഗ്യം, എനിക്ക് എത്ര ഒരു ഭാഗ്യമാണ് ഇല്ലേ. ആ കണക്കില് നമ്മൾ എല്ലാവരും ഭാഗ്യശാലികളാണ്. ഭഗവാന്റെ നാമം ജപിക്കാൻ സാധിക്കുന്നു, ആഴ്ചയിൽ ഒരിക്കൽ സത്സംഗത്തിൽ കൂടാൻ സാധിക്കുന്നു, കൃഷ്ണന് വേണ്ടി ചെറിയ ചെറിയ സേവനങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു, മറ്റവർക്ക് ഈ നല്ല ഉപദേശം കൊടുക്കുന്നു. ഇത് ചെയ്യുന്ന എല്ലാവരും ആരാണ്? ഭാഗ്യമുള്ളവരാണ്. അപ്പൊ സ്വന്തം ഭാഗ്യത്തെ കുറിച്ച് ആലോചിച്ചപ്പോഴാ കുന്തിക്ക് പെട്ടെന്ന് സഹോദരന്റെ ഓർമ്മ വന്നത്. കുന്തിയുടെ ഇന്നലെ കഥ പറഞ്ഞു. കുന്തിയുടെ അച്ഛൻ യഥാർത്ഥത്തിൽ സുരസേനൻ. സുരസേന ചക്രവർത്തിയുടെ ഇനിയൊരു മകനാരാ? നല്ല കഥയാണ്. കുന്തിയുടെ അച്ഛന്റെ പേര് സുരസേനൻ. സുരസേന ചക്രവർത്തിയുടെ ഇനിയൊരു മകൻ വസുദേവൻ. വസുദേവരുടെ സഹോദരിയാണ് ആര്? അപ്പൊ തനിക്ക് കിട്ടിയ ഭാഗ്യത്തിനെ കുറിച്ച് കുന്തി ആലോചിച്ചപ്പോ പെട്ടെന്ന് ആലോചിച്ചു? ചേട്ടനെ ആലോചിച്ചു. എന്നെക്കാളും ഭാഗ്യം ആർക്കാണ്? വസുദേവർക്ക്. കാരണം എന്റെ കുഞ്ഞുങ്ങൾ പ്രശ്നത്തിലാകുമ്പോ ഭഗവാൻ വന്ന് രക്ഷിക്കും. ആ ഭഗവാൻ അദ്ദേഹത്തിന് മകനായിട്ട് തന്നെ ജനിച്ചു. അപ്പൊ ആർക്കാ ഭാഗ്യം കൂടുതൽ അല്ലേ? എപ്പോഴൊക്കെ എന്റെ കുട്ടികൾ പ്രോബ്ലത്തിലാകുമോ കൃഷ്ണൻ ഓടി വരും. പക്ഷെ എന്റെ വീട്ടിൽ തന്നെ കൃഷ്ണൻ ജനിച്ചാൽ ആർക്കാണ് ഭാഗ്യം കൂടുതൽ? അപ്പൊ എന്നെക്കാളും ഭാഗ്യം ആർക്കാ? വസുദേവർക്കാണ്. അതുകൊണ്ട് ആ വസുദേവരുടെ കൃഷ്ണനെ ഞാൻ നമസ്കരിക്കുന്നു. ഇത് പറഞ്ഞപ്പോ വീണ്ടും കുന്തിക്ക് ഓർമ്മ, വസുദേവരെക്കാളും ഭാഗ്യം ദേവകിക്ക്. അടുത്താണ് അടുത്ത ലൈൻ. കൃഷ്ണായ വാസുദേവായ. അടുത്ത ലൈൻ എന്താണ്? ദേവകി. വസുദേവരെക്കാളും ഭാഗ്യമാർക്കാണ്? ദേവകി. കാരണം അച്ഛൻ ഓക്കെ, പക്ഷേ ഹൃദയത്തിൽ, ഗർഭത്തിൽ, ദേവകിയുടെ ഹൃദയത്തിലും ഗർഭത്തിലും ഭഗവാൻ കുഞ്ഞായി ജനിച്ചല്ലോ. അപ്പൊ വസുദേവരെക്കാളും ഒരു പടി ഭാഗ്യം കൂടുതലാർക്കാ? ദേവകി. അതാണ് സെക്കൻഡ് ലൈൻ. സെക്കൻഡ് ലൈൻ എന്താണ്? അടുത്ത ദേവകീ നന്ദനായ ച. ഇങ്ങനെ ദേവകിയെ കുറിച്ച് ചിന്തിച്ചപ്പോ വീണ്ടും കുന്തിയുടെ മനസ്സ് ഓടി. മൂന്നാമത്തെ ലൈൻ ആരാണ്? നന്ദഗോപർ. ഇവരെക്കാളും ഭാഗ്യമാർക്കാണ്?
നന്ദഗോപർക്കാണ്. കാരണം ഇവിടെ ജനിച്ചെങ്കിൽ രാത്രിക്ക് രാത്രി എങ്ങോട്ട് സ്ഥലം വിട്ടു പോയി കൃഷ്ണൻ, ഇല്ലേ? വസുദേവർക്കും ദേവകിക്കും മകനായി ജനിച്ചുവെങ്കിലും രാത്രി രാത്രി പാക്കപ്പ് ഇറങ്ങിപ്പോയി. യമുനയും കടന്ന് എങ്ങോട്ട് പോയി? ഗോകുലത്തിൽ. അവിടെ 10 കൊല്ലം അവരെ കൂടെ ഉണ്ടായത്. അപ്പൊ ഇതിനേക്കാളും കൂടുതൽ ഭാഗ്യമാർക്കാണ്? നന്ദഗോപർക്ക്. അപ്പൊ വസുദേവരെ പ്രാർത്ഥിച്ചു, അടുത്ത് ദേവകിയെ പ്രാർത്ഥിച്ചു, അതിന്റെ അടുത്തത് നന്ദഗോപരെ പ്രാർത്ഥിച്ചു. ഇനി അടുത്ത ആരെ പ്രാർത്ഥിക്കണം? യശോദ. പക്ഷെ 4th ലൈനിൽ യശോദ ഉണ്ടോ? അവിടെ ആരാ ഉള്ളത്? കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ. അവിടെ ആരുടെ പേരില്ല? യശോദയിലെ വരേണ്ടത്. അപ്പോ ശ്ലോക നമ്പർ 31, 1831. അടുത്തത് വരേണ്ടത് ആരുടെ പേരാണ്? യശോദയുടെ പേരാണ്. കാരണം ഈ 4 പേരിലും ഏറ്റവും കൂടുതൽ ഭാഗ്യം 1831, പ്രഥമസ്കന്ധം 8-ാം അധ്യായം 31-ാമത്തെ ശ്ലോകം. വസുദേവർ, ദേവകി, നന്ദഗോപർ, യശോദ 4 പേരിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഭാഗ്യമാർക്കാണ്? ആർക്കാണ്? യശോദ. സോ അത് 31st ശ്ലോകത്തിൽ പറയുന്നു. ഗോപി ആദ. ഇതെന്താണ് ട്യൂൺ? ഹരിപ്രിയ മാതാജി അറിയാം ഇതിന്റെ രാഗം? ഫസ്റ്റ് ലൈൻ പറയൂ. യാതേ ദശാശ്രു കലിലാഞ്ജന സംഭ്രമാക്ഷം വക്രം നിനീയ ഭയഭാവനായ സ്ഥിതസ്യ സമാം വിമോഹയതി ഭീരഭിയദ്ബിഭേതി. ട്രാൻസ്ലേഷൻ. ഹരേ കൃഷ്ണ പ്രഭു. ഫസ്റ്റ് ലൈൻ വായിക്കും ഉറക്ക. അണ്ണാണല്ല. My dear Krishna, Yashoda took up a rope to bind you when you committed an offense, and your betrothed I also with tears, which washed the mascara from your eyes. അപ്പോ യശോദയെ കുറിച്ച് പ്രത്യേക ഒരു ശ്ലോകമായിട്ട് എടുത്ത് പറയാണ് ആര്? കുന്തി മഹാറാണി. ആദ്യം വസുദേവരെ പറഞ്ഞു, എന്നെക്കാളും ഭാഗ്യവാൻ അദ്ദേഹമാണ്, കാരണം വസുദേവർക്ക് പുത്രനായി കൃഷ്ണൻ ജനിച്ചു. അടുത്ത വരിയിൽ പറഞ്ഞു, വസുദേവരെക്കാളും ഭാഗ്യം ദേവകിക്ക് മകനായി കൃഷ്ണനെ കിട്ടിയത് കൊണ്ട്. ദേവകിയെക്കാളും ഭാഗ്യം ആർക്കാണ്? നന്ദഗോപർക്ക്, കാരണം കൃഷ്ണന്റെ ബാല്യലീലകൾ കണ്ടത് കൊണ്ട്. അടുത്തത് യശോദയെ കുറിച്ച് പറയണം. അപ്പൊ യശോദയ്ക്ക് ഒരു വരിയൊന്നും ഉപയോഗിച്ചില്ല കുന്തി. എന്ത് പറഞ്ഞു? ഒരു ശ്ലോകം തന്നെ സ്തുതിക്കാൻ മാറ്റി. പക്ഷെ ഇവിടെ 4th ലൈനിൽ യൂസ് ചെയ്തത് ഗോവിന്ദ എന്ന ഒരു വാക്കാണ്. എന്തുകൊണ്ട് അവിടെ കൃഷ്ണന് 4ാമത്തെ വരിയിൽ വേറെ എന്ത് പേര് വേണമെങ്കിലും ഉപയോഗിക്കാമായിരുന്നു? 4th ലൈൻ എന്താണ്? ഗോവിന്ദായ നമോ നമഃ. അവിടെ മാധവായ, കേശവായ എന്ന് എന്ത് പേര് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ ഗോവിന്ദ എന്ന് യൂസ് ചെയ്തത്, കൃഷ്ണന് ഗോവിന്ദ എന്ന പേര് കിട്ടിയത് ഗോവർദ്ധനത്തിനെ ഉയർത്തിയതിന് ശേഷമാണ്. അതിനു മുമ്പേ വരെ വാസുദേവൻ, യശോദാനന്ദൻ, ഒരന് കെട്ടിയതിന് ശേഷം എന്ത് പേര് കിട്ടി? ദാമോദര, കേശവ, അച്യുത, ഇങ്ങനെ പല പേരുകൾ ലഭിച്ചുവെങ്കിലും ഗോവിന്ദ എന്ന പേര് കിട്ടിയത് എപ്പോഴാണ്? കൃഷ്ണന് ഗോവർദ്ധനം ഉയർത്തിപ്പിടിച്ചതിന് ശേഷം. അത്രയും ഗോക്കൾക്കും ഗോപാലന്മാർക്കും ബ്രജവാസികൾക്കും സന്തോഷം. അപ്പൊ ഗോവിന്ദ എന്ന് വാക്ക് പറയുമ്പോൾ മൊത്തം വൃന്ദാവനവും അതിൽ ഉൾപ്പെടും. അപ്പോ ബ്രജവാസികൾ മഹാഭാഗ്യവാന്മാരാണ് എന്നാ ശ്ലോകത്തിൽ പറയും. മനസ്സിലായില്ലേ? അപ്പൊ ഈ ആചാര്യന്മാരുടെ എക്സ്പ്ലനേഷനിലേക്ക് പോകുമ്പോ അത് വളരെ രസകരം. അതേപോലെ തന്നെ ഭഗവാന്റെ നാമം ജപിക്കാനും ഭഗവാനെ കീർത്തിക്കാനും സാധിക്കുന്ന നമ്മളും ഭാഗ്യവാന്മാരാണ്. അടുത്തത് ശ്ലോക നമ്പർ 22, പ്രഥമസ്കന്ധം 8-ാം അധ്യായം 22-ാമത്തെ ശ്ലോകം. ഇതെല്ലാം നല്ല ശ്ലോകങ്ങളാണ്, നമുക്ക് ബൈഹാർട്ട് ചെയ്യാനും പറ്റും, ഈസിയാണ്. ഇതെത്ര പേർക്കറിയാം? കൃഷ്ണായ വാസുദേവായ ശ്ലോകം അല്ലേ? എല്ലാവർക്കും അറിയാം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമഃ.
ഇത് കുന്തിയാണ് സ്തുതിച്ചതെന്ന് എത്ര പേർക്ക് അറിയാം? കുറച്ച് ഒരു 5-6 പേർക്ക് അറിയാം അല്ലെ? നമുക്ക് ഈ ശ്ലോകം അറിയാമെങ്കിലും കുന്തി മഹാറാണി സ്തുതിച്ചത്. പിന്നെ അതിന്റെ അകത്ത് ആചാര്യന്മാർ ഇത്ര അർത്ഥം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതൊന്നും നമുക്കറിയില്ല. അടുത്തതും പ്രാർത്ഥനാ ശ്ലോകമാണ്. നമ പങ്കജനാഭായ നമ പങ്കജമാലിനീ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ നമ പങ്കജനാഭായ നമ പങ്കജമാലിനീ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. നമഃ ഭഗവാനെ നമിക്കുന്നു, അഹങ്കാരത്തിനെ മമ അഹങ്കാര അഹങ്കാരത്തിനെ കളയുന്നു. നമസ്തേ. നമ പങ്കജ നാഭ ഭഗവാന്റെ താമര പുഷ്പം പോലെ ഉള്ള അരക്കെട്ട് നാഭിയെ ഞാൻ നമസ്കരിക്കുന്നു. നമ്മുടെ നാഭിയൊക്കെ കുടം പോലെ. നമ പങ്കജ നാഭായ താമരപ്പൂ പോലെയുള്ള ഭഗവാന്റെ അരക്കെട്ടിനെ ഞാൻ നമസ്കരിക്കുന്നു. നവപങ്കജ മാന്യ ഭഗവാന്റെ കഴുത്തിലുള്ള താമര പുഷ്പത്തിനെ ഞാൻ നമസ്കരിക്കുന്നു. നവപങ്കജ നേത്രായ ഭഗവാന്റെ താമര ഇതൾ പോലെയുള്ള കണ്ണുകളെ ഞാൻ നമസ്കരിക്കുന്നു. നമസ്തേ പങ്കജാംഗ്രയെ താമര പുഷ്പം പോലുള്ള ഭഗവാന്റെ പാദത്തിനെ പങ്കജാംഗ്രി. ഇസ്കോണിലും പ്രസിദ്ധനായ ഒരു ഭക്തനുണ്ടായിരുന്നു പങ്കജാംഗ്രി ദാസ്. നമസ്കരിക്കും. ശരി, ഇപ്പൊ അഗൈൻ സിമ്പിൾ ക്വസ്റ്റ്യൻ. അമ്പലത്തിൽ നമ്മൾ കയറി വന്നാൽ ഭഗവാനെ കണ്ടാൽ ഫസ്റ്റ് ഭഗവാന്റെ ഏത് അംഗത്തിനെ കണ്ടാണ് നമ്മൾ നമസ്കരിക്കുന്നത്? ഭഗവാന്റെ ഏത് ഭാഗത്തിനെ കണ്ടാണ് നമ്മൾ ആദ്യം നമസ്കരിക്കുന്നത്? പാദം അല്ലെ? അതുകൊണ്ട് ഇങ്ങനെ സ്ക്രീന് പൊങ്ങുമ്പോ ഫസ്റ്റ് കാല് കണ്ടാൽ തന്നെ നമുക്കങ്ങ് നമസ്കരിക്കാം. പക്ഷെ ഇവിടെ കുന്തി മഹാറാണി ഫസ്റ്റ് എതിനെയാ നമസ്കരിക്കുന്നത്? ഈ ശ്ലോകത്തില് അരക്കെട്ട് നാഭി. നോർമലി പാദത്തിനല്ലേ നമസ്കരിക്കേണ്ടത്, തുടങ്ങേണ്ടത്. എന്തുകൊണ്ട് കുന്തി മഹാറാണി ഒരു ബന്ധമില്ല, തലയും ഇല്ല കാലും ഇല്ല, നടുക്ക് വെച്ച് ആരെങ്കിലും ചെന്ന് ഒരു വലിയ ഒരാൾ വരുമ്പോ വയറ്റി തൊട്ട് തൊഴും? നമ്മള് കുനിഞ്ഞ് കാലിൽ തൊട്ട് തൊഴും ഇല്ലേ? അല്ലെങ്കിൽ ഷേക്ക് ഹാൻഡ് കൊടുക്കും, അല്ലെങ്കിൽ കാലും തൊടും. ഒരു മനുഷ്യൻ വന്ന വയറ്റിൽ ആരെങ്കിലും തൊട്ട് തൊഴും ഇല്ലേ? അപ്പൊ ഫസ്റ്റ് കുന്തി മഹാറാണി ഭഗവാന്റെ നാഭി. എന്തുകൊണ്ട്? ദാമോദർ ലീല അല്ല, ഇതിന്റെ ഈ ശ്ലോകത്തിന്റെ കണ്ടിന്യൂഷനിൽ തന്നെ വരുന്നുണ്ട്. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതിന്റെ തുടർച്ചയാണ്. അല്ല, ഇന്നലെ കുന്തി ഫസ്റ്റ് വന്ന് കാലിൽ പിടിച്ചപ്പോ ഭഗവാൻ എന്ത് ചെയ്തു? ഓടാൻ ശ്രമിച്ചു. ഇപ്പൊ ചുരുക്കത്തിൽ കൃഷ്ണന്റെ കാല് കിട്ടണം. പക്ഷെ ഇന്നലെ ആ തെറ്റ് ചെയ്തു. ആ ഫസ്റ്റ് ശ്ലോകത്തിൽ കുന്തി മഹാറാണി ആ തെറ്റ് ചെയ്തു. എന്ത് ചെയ്തു? ആദ്യം ചെന്ന് പാദത്തിൽ കൃഷ്ണ ഭഗവാൻ വളരെ അസ്വസ്ഥനായി. അങ്ങ് പ്രായത്തിൽ മുതിർന്നതല്ലേ, അങ്ങനെ ഇങ്ങനെയൊക്കെ തർക്കിക്കാൻ തുടങ്ങി. ഭഗവാൻ സമ്മതിച്ചില്ല. ഉയർന്ന ആൾക്കാര് അവരെ കാലി വീഴാൻ മറ്റുള്ളവരെ സമ്മതിക്കില്ല. നമ്മുടെ കല്യാണത്തിലൊക്കെ നീട്ടി വെച്ച് അവള് വീണില്ലല്ലോ, അവൻ വീണില്ലല്ലോ, അഹങ്കാരൊക്കെ അല്ലേ? പൊട്ടങ്ങൾ. കർമ്മം അവര് ചെയ്ത പാപത്തിന്റെ 1% കൂടെ ചേർന്നു. അവർ ചെയ്ത ഒരാൾ നമ്മുടെ കാലിൽ വന്ന് വീണ് കഴിഞ്ഞാൽ ആ വ്യക്തി ചെയ്ത പാപത്തിന്റെ 1/6 ഗുരു ശിഷ്യന്റെ പാപത്തിൽ 1 പങ്ക്, ഭർത്താവ് ഭാര്യയും മക്കളും ചെയ്യുന്ന പാപത്തിന്റെ പങ്ക്, അധ്യാപകൻ വിദ്യാർത്ഥിയുടെ പങ്ക്, രാജാവ് പ്രജകളുടെ പങ്ക് എടുക്കേണ്ടി വരും. അപ്പൊ ഉയർന്നവർ എന്ത് കൊടുക്കൂല അല്ലേ? ഈവൻ പ്രഭുപാദ് സ്വാമികൾ എത്ര ഉയർന്ന വ്യക്തിയാണ്. അദ്ദേഹം അവസാനം ശരീരം വയ്യാണ്ട് വന്നപ്പോ സ്വന്തം ശിഷ്യന്മാര് വന്ന് കാലിൽ തൊടാൻ പോലും സമ്മതിച്ചില്ല. എനിക്ക് വയ്യ, ആരോഗ്യമില്ല,
നിന്റെ പാപത്തിനെ കൂടെ കത്തിച്ചു കളയാൻ എനിക്കിപ്പോ സാധിക്കുന്ന സമ്മതിച്ചില്ല. പ്രഭുപാദക്ക് സാധിക്കാത്തതല്ല, എന്നാലും എളിമ കൊണ്ട് അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ ഉള്ളപ്പോഴാണ് നമ്മുടെ ആൾക്കാർ കാലും കഴിഞ്ഞ് നീട്ടി വെച്ചിട്ട് അല്ലേ. അപ്പൊ ഭാഗത്തിൽ തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഭഗവാൻ വീണ്ടും പോകുമോ? കിട്ടൂല. പക്ഷെ കുന്തിയുടെ ഉദ്ദേശം എന്താണ്? എവിടെ പിടിക്കണം? താലി പിടിക്കണം. പക്ഷെ ആദ്യമേ വെച്ചത് പിടിച്ച കൃഷ്ണ ഭഗവാൻ ഓടിപ്പോകുമോ എന്ന് പറഞ്ഞ് പതുക്കെ ഫസ്റ്റ് എവിടെ തൊട്ട് തൊഴുതു? നമപങ്കജ വയറ്റി പിടിച്ചു. നമപങ്കജ നാഭായ, പിന്നെ നമപങ്കജ മാലിനി, ഭഗവാന്റെ താമര പോലത്തെ പുഷ്പത്തിനെ വന്ദിച്ചു, നമസ്കരിച്ചു. അടുത്തത് നമപങ്കജ നേത്രായ, ഭഗവാന്റെ കണ്ണുകളെ സ്തുതിച്ചു. അവസാനം പിടിച്ചു. എവിടെ പിടിച്ചു? കാലിൽ തന്നെ പിടിച്ചു. ഭഗവാന്റെ പാദത്തിനെ ആശ്രയം. അതുകൊണ്ടാണ് ചരണകമലാശ്രയം എന്ന് പറയുന്നത്. ഭഗവാന്റെ ചരണകമലങ്ങളെ ആശ്രയിക്കുക. ശരി, എന്തുകൊണ്ടാണ് എപ്പോഴും ഭാഗവതത്തില് ഭഗവാന്റെ അവയവങ്ങളെല്ലാം താമരപ്പൂവിനോട് താരതമ്യപ്പെടുത്തുന്നത്? വല്ല ചെമ്പരത്തിയോ സൺഫ്ലവറോ എന്തൊക്കെ പൂവുണ്ട്, റോസാപ്പൂവുണ്ട്, പിന്നെ ജാസ്മിൻ ഉണ്ട്, എന്തൊക്കെയോ ഉണ്ടല്ലോ. എന്തുകൊണ്ട് ലോട്ടസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? താമരയുടെ സ്പിരിച്വൽ, എന്നാൽ അതിന്റെ ക്യാരക്ടേഴ്സ് എന്തെങ്കിലും മറ്റു പൂക്കൾക്ക് ഇല്ലാത്തത് താമരയ്ക്ക് മാത്രമുള്ള പ്രത്യേകതകൾ. ചെളിയുടെ ഇടയിൽ, അതെ, വേസ്റ്റ് സ്ഥലം, ചെളി. താമര വളർത്തണമെങ്കിൽ കഷ്ടപ്പെട്ട് കാശ് ആയിരങ്ങൾ ചെലവാക്കി തൊട്ടി നമ്മൾ ടാങ്ക് ഉണ്ടാക്കി. താമര വളർത്തണമെന്ന് പറഞ്ഞ് തോട്ടക്കാരുള്ള ചെളിയെല്ലാം കൂടെ അതിനകത്ത് വാരി, അതിന്റെ പുറത്ത് നമ്മുടെ ബുദ്ധിമാനായ ശശിപ്രഭു നല്ല വെള്ളം കൂടെ ഒഴിച്ചു വെച്ചു. സോ താമര വളരുന്നത് എവിടെയാണ്? ചെളിയിലാ വളരുന്നത്. പക്ഷേ ചെളി ആ മുമ്പിൽ പറ്റി പിടിക്കേയില്ല. 24 മണിക്കൂറും വെള്ളത്തിലാണ്, പക്ഷെ താമരപ്പൂവിൽ നനഞ്ഞിട്ടില്ല. റൈറ്റ്? അത് എങ്ങനെ ചെളിക്കകത്ത് എങ്ങനെ കമർത്തി ഇട്ടാലും എങ്ങനെ വരും? മേലെ തന്നെ വരുള്ളൂ. റോസാപ്പൂ അങ്ങനെയല്ല, സൈഡിൽ ഇരിക്കും, മുല്ലപ്പൂ താഴെ ഇരിക്കും, വേറെ പൂക്കളൊക്കെ എവിടെയെങ്കിലൊക്കെ കാണും. പക്ഷെ എങ്ങനെ കൊണ്ടുപോയി ഈ ചെടി ഇങ്ങനെ നട്ടുവെച്ചാലും പൂ എങ്ങനെ വരും? ഇതൊക്കെ താമര മറ്റു പൂക്കൾക്കില്ലാത്ത ഒരു പ്രത്യേകതയാണ്. നമ്മൾ ഒരിക്കലും നമ്മളുടെ സാഹചര്യത്തിനെ കുറ്റപ്പെടുത്തരുത്. എങ്ങനത്തെ മോശമായ സാഹചര്യം, കടബാധ്യത ഉള്ള വീട്, അസുഖങ്ങളുള്ള വീട്, ബന്ധങ്ങൾ മുറിഞ്ഞു പോയ വീട്, ആരോഗ്യം, എവിടെയാണെങ്കിലും അതിൽ നിന്ന് ഒരു ഭക്തൻ മേലെ പൊങ്ങി വരണം. സാഹചര്യങ്ങളെ ഇന്നലെ നമ്മൾ കണ്ടു. ഒരിക്കലും നമ്മുടെ സാഹചര്യങ്ങളെ വിമർശിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത്, ഉയർന്നു വരണം. ഇനി ആ ചെളിക്കകത്ത് കിടന്നാലും താമരപ്പൂവിൽ ചെളി വെട്ടി പിടിക്കാറുണ്ടോ? ഇതൊക്കെയാണ് താമരയുടെ പ്രത്യേകത. സോ കുന്തി മഹാറാണിയുടെ ഈ ഓരോ ശ്ലോകങ്ങളും വളരെ വളരെ അർത്ഥവത്തായ ശ്ലോകങ്ങൾ. അപ്പൊ ഇതിന്റെ തുടർച്ച വീണ്ടും ഈ ആഴ്ചയിൽ ചെയ്യും. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും സംശയമോ ചോദ്യമോ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഈ 2 ശ്ലോകം ഇന്ന് നമുക്ക് ബൈഹാർട്ട് ചെയ്യാം. ഇന്നലത്തെ ശ്ലോകം ഓർമ്മയുണ്ടോ? എന്താണ് ശ്ലോകം? നമസ്യേ പുരുഷം വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിർ അവസ്ഥിതം. ഇന്നത്തെ 2 ശ്ലോകം. ഫസ്റ്റ് വൺ, കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ. അടുത്തത് നമ പങ്കജനാഭായ നമ പങ്കജമാലിനി നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാഗ്രയേ.